ഇത് തായ്ലൻഡ് കിങ് ഞാവലാണ്. വളരെ മധുരകരമായ ഞാവൽ പഴം ലഭിക്കുന്നതാണ്. ഇത് 350 രൂപ മുതലുള്ള 350 ഈ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. 2 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഇത് സ്വീറ്റ് അമ്പഴമല്ലേ ഇത്? ഇത് സ്വീറ്റ് അമ്പഴമാണ്. ഇതാണ്ട് വളരെ ചെറിയ ചെടിയാണ്. അതിനകത്ത് ഇപ്പോഴേ പഴമൊക്കെ വന്നിരിക്കുകയാണ്. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ പൂത്തതാണ്. 350 രൂപയാണ് നമുക്ക് ഇവിടെ വിൽപ്പന വില. നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സ്വീറ്റ് അമ്പഴത്തിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മറ്റേ സാധാ അമ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. അതേപോലെ തന്നെ പഴുക്കുമ്പം ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരും. നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല മധുരമുള്ളതാണ് സ്വീറ്റ് അമ്പഴം. അത് നമ്മുടെ നാരകമല്ലേ? അതെ, സീഡ്ലെസ് ലെമൺ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് സാധാ നാരകത്തിന്റെ എല്ലാ ഉപയോഗങ്ങളും ഇതിനുണ്ട് കേട്ടോ. ഇത് അച്ചാറിടാനും ജ്യൂസ് അടിക്കാനും നാരങ്ങാവെള്ളം പിഴിയാനും എല്ലാം നല്ലതാണ് കേട്ടോ. ഒരു കയ്പില്ല, സീഡില്ല ഇതിനകത്ത്. സീഡ്ലെസ് ആണ്. നല്ല ടേസ്റ്റുമാണ് നാരങ്ങാവെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റ്. 150 രൂപയ്ക്കാണ് ഇത്രയും വളർന്ന ചെടി. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു 2 മാസം കവറിൽ തന്നെ ഒന്ന് കാ പിടിക്കത്തില്ലേ? നേറ്റീവ് വിഭാഗത്തിൽപ്പെട്ടാണ് ഇത്. നമ്മുടെ ഈ ഭാഗത്തിരിക്കുന്ന ഹോം ഗ്രൗണ്ട് ആണ്. നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ആണ്. കമ്പനി സാധനമായിട്ട് നമ്മൾ 450 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് വേറെ നമ്മുടെ ഇവിടുത്തെ ഉൾപ്പെടെ നമുക്ക് 2000 രൂപ വിലയുള്ള ചെടികൾ വരെ ഉണ്ട്. ഇത് 450 രൂപയ്ക്കാണ് പെട്ടെന്ന് കാ പിടിക്കുന്നത്. ഇത് കട്ട്നറ്റ് എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് നമ്മൾ അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിനകത്ത് നട്ട് നമ്മുടെ ബദാം പരിപ്പിൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അലങ്കാരത്തിനും അതോടൊപ്പം തന്നെ പഴവും കിട്ടുന്നത്. ഇത് നമ്മൾ 350 രൂപയുടെയാണ് ഈ ചെറിയ ചെടി. ഇത് 500 രൂപയാണ്. അപ്പോൾ ദാ കവറിൽ കാ പിടിച്ച് നിൽക്കുന്ന ലോങ്ങൻ കണ്ടോ? അതാ പൂത്ത് കായായിട്ട് വരുന്ന ലോങ്ങൻ ചെടിയാണ് നിൽക്കുന്നത്.